ഹലോ, ഗുഡ് മോർണിംഗ്. ഇന്ന് ഞാനും മമ്മോളും അമ്മയുടെ വീട്ടിലേക്ക് പോവുകയാണ്. ഒരു ബസ്സിൽ പോകാനാണ് പ്ലാൻ ചെയ്തിരിക്കുന്നത്. അങ്ങനെ രാവിലെ എഴുന്നേറ്റ് കുഞ്ഞുള്ള ബ്രേക്ക്ഫാസ്റ്റൊക്കെ റെഡിയാക്കി ഒരു ഓട്ടോയിലാണ് ഞങ്ങൾ പോകുന്നത്. അങ്ങനെ പോകുന്ന വഴിക്ക് ട്രെയിൻ വരുന്നത് കാരണം റെയിൽവേ ക്രോസ് ചെയ്തിട്ടുണ്ടായിരുന്നു. കുറച്ച് നേരം വെയിറ്റ് ചെയ്യേണ്ടി വന്നു. അപ്പോഴത്തേക്കും ട്രെയിൻ വന്നു. കുട്ടി ഹാപ്പിയായി, ട്രെയിനൊക്കെ കണ്ടു. അങ്ങനെ നമ്മൾ നേരെ തമ്പാനൂർ ബസ് സ്റ്റാൻഡിലേക്കാണ് പോയത്. അവിടെ കുറച്ച് ബ്ലോക്ക് ആയതുകൊണ്ട് കുറച്ചൊന്ന് ലേറ്റായി. ഞാൻ തമ്പാനൂർ ബസ് സ്റ്റാൻഡിലെത്തി. ഞാൻ കുട്ടീനെ എടുത്ത് അതിന് ബാലൻസ് കിട്ടിയ പൈസ കുട്ടി മേടിച്ച് ഒരു ടോയ് ഷോപ്പിൽ നിന്ന് ഒരു ബോൾ മേടിച്ച് കൊടുത്തു. നല്ല കുട്ടിയായിട്ട് ഇരിക്കാൻ വേണ്ടി വാങ്ങിച്ചു കൊടുത്തതാണ് കേട്ടോ. അങ്ങനെ ഞങ്ങൾ ബസ്സിൽ കയറി എന്താ ബസ് എടുക്കാത്ത എന്നൊക്കെ ഇടയ്ക്ക് ചോദിക്കുന്നുണ്ട്. അങ്ങനെ ബസ് എടുത്തു. കുട്ടിക്ക് ചെറുതായിട്ടൊന്ന് വിശന്നു. ഞാൻ കുറച്ച് ഫ്രൂട്ട്സൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ കുട്ടി കുറച്ച് ഗുവ കഴിക്കുന്നുണ്ട്. അങ്ങനെ നിന്നപ്പോൾ കണ്ടക്ടർ ഞങ്ങൾക്ക് ടിക്കറ്റ് തന്നു. പിന്നെ കുട്ടി പുറത്തെ കാഴ്ചകളൊക്കെ കണ്ട് നല്ല ഹാപ്പി ആയിട്ട് യാത്ര ചെയ്യുന്നുണ്ട്. സാധാരണ ഞങ്ങൾ അമ്മ വീട്ടിലേക്ക് പോകുന്നത് ഒന്നി ഓട്ടോയിലായിരിക്കും പോവാറ്. ഇപ്പോൾ ഇന്ന് എന്തായാലും ഞാൻ വിചാരിച്ചു എന്നും ഇങ്ങനെ ഓട്ടോ വിളിച്ച് പോകുന്നത് ശരിയല്ലല്ലോ, അങ്ങനെ ബസ്സിലൊന്ന് പോയി നോക്കാം എന്ന് കരുതിയാണ് കുട്ടീനെ കൊണ്ടുപോയി യാത്ര പോകാൻ പ്ലാൻ ചെയ്ത്. അവൾ ഹാപ്പി ആയിരുന്നു. അങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പോൾ കുട്ടിക്ക് നന്നായിട്ട് ഉറക്കം വന്നു. ഇന്നും മക്കളുടെ കുങ്കു കൂടെ ഉണ്ട് കേട്ടോ. എവിടെ പോയാലും ഇത് ഉണ്ടാവുമെന്ന് അറിയാമല്ലോ. അങ്ങനെ അവിടെ എത്തി. ഞങ്ങൾ വീണ്ടും ഓട്ടോയിൽ കയറി അമ്മയുടെ വീട്ടിലേക്ക് എത്താറായി. കുറച്ച് ദൂരമേ ഉള്ളൂ, നടക്കാനുള്ള ദൂരമേ ഉള്ളൂ. പിന്നെ ഞാൻ കുട്ടി ഉള്ളത് കൊണ്ട് ഓട്ടോയിലാണ് വന്നത്. കുട്ടി ഹാപ്പിയായി, കാരണം ആ സ്ഥലം എത്തുമ്പോഴേ കുട്ടിക്ക് അറിയാം അമ്മൻ്റെ വീട്ടിലേക്ക് പോവുകയാണെന്ന്. അങ്ങനെ ഓട്ടോ ഇറങ്ങി നടക്കുകയാണ്. അവിടെ അമ്മയില്ല, അമ്മ ഡ്യൂട്ടിക്ക് പോയി. അതൊന്നും കുട്ടിക്ക് അറിയത്തില്ല. അമ്മയുടെ ചായ വെച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ അതെടുത്ത് ഞങ്ങൾ അമ്മ വരുന്നവരെ അവിടെ വെയിറ്റ് ചെയ്യും. അങ്ങനെ വീടെത്തി. കുട്ടി അവിടെ നിർത്തിയതിന് ശേഷം ഞാൻ ചാവി എടുത്തു. ഡോറ് ലോക്ക് തുറന്നു. അകത്ത് കയറി ഉടനെ കുട്ടി അമ്മേനാണ് തിരക്കുന്നത് കേട്ടോ. അങ്ങനെ കുഞ്ഞമ്മേനെ നോക്കി. അമ്മൂനെ കാണാനില്ല. റൂമിലുണ്ടാവുമെന്ന് കരുതി റൂമിൽ നോക്കുന്നുണ്ട്, ആരുമില്ല. പുറത്ത് നല്ല ചൂടായതുകൊണ്ട് കുറച്ച് നേരം AC ഒക്കെ ഇട്ട് ഒന്ന് വെയിറ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു. അങ്ങനെ കുട്ടി ഫുള്ള് അമ്മയെ നോക്കുന്നുണ്ട്, കണ്ടില്ല. അങ്ങനെ ഞാൻ AC ഒക്കെ ഓണാക്കി.